നമസ്കാരം. ഇന്റർനാഷണൽ മാധ്യമങ്ങൾ തൊട്ട് നമ്മൾ വരെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പേരുണ്ട്. അതായത് കെറ്റി പെറിയും ജസ്റ്റിൻ ട്രൂഡോയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബന്ധത്തെക്കുറിച്ചാണ്. കെറ്റി പെറിയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഷീസ് എ പോപ്പ് സിംഗർ. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒത്തിരി ഫാൻ ബേസ് ഉള്ള കെറ്റി പെറി. ജസ്റ്റിൻ ട്രൂഡോ, കനേഡിയനിലെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വലിയ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ട് ഒരു രീതിയിലാക്കി വെച്ചിട്ട് പുള്ളി പൊളിറ്റിക്സ് നിർത്തി വെച്ചിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു പുതിയ വന്നിരിക്കുന്ന ഒരു ചിത്രം ഇതാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമൊന്നും പറയാൻ പറ്റത്തില്ല, ആളിപ്പടരുന്ന രീതിയിലുള്ളൊരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു കപ്പലിൻ്റെ മുകളിൽ ജസ്റ്റിൻ ട്രൂഡോയും കെറ്റി പെറിയും തമ്മിൽ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ PDA കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റിൻ ട്രൂഡോയൊക്കെ കൈ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് സാധാരണയായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കിസ്സാണെന്നൊക്കെ രീതിയിൽ പറയുന്നവരൊക്കെ ഉണ്ട്. വെറുതെ ദേ ആർ ഇൻ എ റിലേഷൻഷിപ്പ്. അത് അവർ ഒഫീഷ്യലി പറയുന്ന രീതിയിലേക്ക് തന്നെയാണ് മാറുന്നത്. കാരണം കുറേ നാളുകളായിട്ട് ഇതുപോലുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഡേറ്റിംഗ് ആണ്, റൂമറാണ്, ഇവർ തമ്മിൽ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ കണ്ടവരുണ്ട്, ഇവരൊരുമിച്ച് വേറൊരു സ്ഥലത്ത് പോയവരുണ്ട്, കെറ്റി പെറിയുടെ കോൺസേർട്ടിൽ പങ്കെടുത്തതുണ്ട്. അങ്ങനെ തുടങ്ങി കുറേ സംശയങ്ങൾ, ഇതുപോലുള്ള ചോദ്യങ്ങൾ, ഇതുപോലുള്ള റൂമറുകൾ ഒക്കെ പരന്നിരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. ഈ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ പറഞ്ഞിട്ടല്ലോ സ്വാഭാവികമായിട്ടും അമ്മാതിരി വൈറലാവുകയാണ് ഈ ഫോട്ടോ. ഇപ്പോൾ കെറ്റി പെറി ആവട്ടെ ഓർലാൻഡോ ബ്ലൂം എന്ന് പറയുന്ന നടനുമായിട്ട് അദ്ദേഹം 9 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു. അതായത് എൻഗേജ്ഡ് ആയിരുന്നു. ഇവർക്കൊരു കുട്ടിയുണ്ട്. അതാണ് അവർ ഒഫീഷ്യലി ആ എൻഗേജ്മെൻറ്റ് തന്നെ അവർ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കെറ്റി പെറി സിംഗിളായിട്ട് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റിൻ ട്രൂഡോയും ഭാര്യയും 3 മക്കളുമാണ് ഉള്ളത്. 2 വർഷം മുമ്പാണ് ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം അവസാനിപ്പിക്കുന്നതായിട്ട് ജസ്റ്റിൻ ട്രൂഡോയും പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയ ജീവിതവും ഈ കെറ്റി പെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വളരെ സമയമില്ലാത്തൊരു പോപ്പ് സിംഗറുമാണ്. ഇവർക്കൊക്കെ ഡേറ്റ് ചെയ്യാൻ എവിടെ നിന്ന് സമയം കിട്ടി എന്നുള്ള രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ചർച്ചയൊക്കെ നടക്കുമ്പോൾ പോലും ഇത് ഗോസിപ്പല്ലേ, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയ ഒരു മുൻ പ്രധാനമന്ത്രിയാണ്, കനേഡിയൻ്റെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തൊട്ട വാർത്തയാണ്. ആ ജസ്റ്റിൻ ട്രൂഡോയാണ് ഇപ്പോൾ കെറ്റി പെറിയുമായിട്ട് ഈ ഒരു യാച്ച് അല്ലെങ്കിൽ ഒരു കപ്പലിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ ഒരു കിസ് അടിക്കുന്ന പരിപാടി കാണുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ എടുത്തിട്ട് ഉടുത്തു അലക്കി അങ്ങനെ രീതിയിലൊക്കെ നടക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇരുവരും ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇതൊരു പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഒരു പരിപാടി ആയിരുന്നില്ല. ഇത് പബ്ലിക്കായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ അവർ ചെയ്തത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിലേക്ക് അല്ലാതെ ചെയ്യാൻ മാത്രം പൊളിറ്റിക്സിൻ്റെ തലബുദ്ധിയുള്ള ട്രൂഡോയ്ക്കും വിവാദങ്ങൾ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന കെറ്റിക്കും അറിയാത്ത കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇരുവരും തമ്മിലുള്ള ഡേറ്റിംഗ് വിവാദങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് അതൊന്ന് ഒറിജിനലാക്കുക, ഒന്ന് ഒഫീഷ്യലാക്കുക എന്നുള്ളതും കൂടിയാണ് നിൽക്കുന്നത്. ഭാവി പരിപാടികൾ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇരുവരും എൻഗേജ്ഡ് ആവാൻ പോവുകയാണോ, അല്ലെങ്കിൽ ആർ ദേ ഗോണ ഗെറ്റ് മാരിഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കെറ്റി അറിയാമെന്നുള്ളത് തന്നെ ഓർലാൻഡോ ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് കുറേ നാളുകളായിട്ട് നീണ്ടു നിന്ന എൻഗേജ്മെൻറ്റാണ്. പക്ഷേ ആ എൻഗേജ്മെൻറ്റ് തന്നെ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഇരുവർക്കൊരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ആ എൻഗേജ്മെൻറ്റ് തന്നെ വേണ്ടെന്നാണ് കെറ്റി വെച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് എന്നുള്ളത് പബ്ലിക്കിലായിട്ട് കെറ്റിയോ ഒർലാൻഡോ പുറത്ത് പറഞ്ഞിട്ടുമില്ല. ജസ്റ്റിൻ ട്രൂഡോയും സെയിം തിങ് ആണ്. അതായത് 3 കുട്ടികളുണ്ട് ജസ്റ്റിന്. എന്നാൽ എന്തുകൊണ്ടാണ് ആ വിവാഹബന്ധം വേണ്ടെന്ന് വെച്ചതെന്ന് സംബന്ധിച്ചും കൃത്യമായ വിശദീകരണമോ ധാരണയൊന്നും ഇരുവരും പുറത്തു വിട്ടിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇരുവരും സിംഗിൾ ആവുന്നത് കൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാദം സോഷ്യൽ മീഡിയ അങ്ങ് ആഘോഷമാക്കുന്നു, തരംഗമാക്കി മാറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. വരുന്ന നാളുകളിൽ, വരുന്ന മണിക്കൂറുകളിലൊക്കെ കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇരുവരും എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ പിക്ചറാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം തുടർന്നുള്ള നീക്കങ്ങൾ എന്നുള്ളത്, അതിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലായാലും പൊളിറ്റിക്കൽ ഫീൽഡിലായാലും തമ്മിലുണ്ടാകാൻ പോകുന്ന എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നതൊക്കെ നോക്കി കാണാം എന്നല്ല, എന്ത് പറയാനല്ലേ.